കണ്ണൂർ ആറളം ഫാമിൽ 10 വർഷത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 14 മനുഷ്യരാണ്. കാട്ടാനയെ തടയാൻ ലക്ഷ്യമിട്ട ആനമതിൽ നിർമ്മാണവും പൂർത്തിയായില്ല. ജീവൻ പണയം വെച്ച് കഴിയുകയാണ് ആറളം ഫാമിലെ കുടുംബങ്ങൾ. മരിച്ചത് പറഞ്ഞാൽ എൻ്റെ ആ വീടിൻ്റെ മരുന്ന് തന്നെ, മരുന്നിൻ്റെ പറമ്പിൽ തന്നെ മരിച്ചത്. കൃഷ്ണൻ അത് ഇവിടം വരെ ഈ ടേണിങ് വരെ ആന അങ്ങോട്ടും ഇങ്ങോട്ട് വന്നു. പകൽ ഉച്ചയ്ക്ക് ആന ഇങ്ങനെ ഒരു വണ്ടി വന്നപ്പോൾ അങ്ങോട്ട് തിരിച്ചോടി വന്നപ്പം പുള്ളിയെ പിടിച്ചു. പുള്ളിക്ക് ഓടി കയറാൻ പറ്റാതെ നിന്നു ആ തോട്ടിയാൽ. 10 വർഷത്തിനുള്ളിൽ 14 പേരുടെ ചോര വീണ മണ്ണ്. മനുഷ്യജീവന് പുല്ല് വില കൽപ്പിച്ച് കാട്ടാനകൾ വിഹരിക്കുന്ന ഗ്രാമം. കണ്ണൂർ ആറളം ഫാമിൽ മനുഷ്യജീവനുകൾ കാട്ടാനകൾക്ക് കുരുതി നൽകുകയാണോ? കാട്ടാനകൾക്കിടയിൽ സാഹസവും ഭീതിയും നിറഞ്ഞ മനുഷ്യജീവിതങ്ങൾ. ഏത് നിമിഷവും ആരും ആനകൾക്ക് മുന്നിൽപ്പെടാം. നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഇങ്ങോട്ടടിച്ചാടിയേ ആന 9 തെങ്ങും പോയി. നമ്മളിങ്ങനെ കിടക്കിട പിറക്കും ആനയെ പേടിച്ചിട്ട്. എന്തോ പൊക്കൾ ആന. കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമ്മളും അമ്മയും മക്കളെല്ലാം ഉണ്ടായിരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ഇവിടെയുള്ളവർ താൽക്കാലികമായി നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത്. അല്പം മുമ്പാണ് ഇവിടെ കാട്ടാന എത്തിയത് പൂർണ്ണമായും നശിപ്പിച്ചത്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇവിടെയുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ആറളം വന്യജീവി സങ്കേതത്തിനോട് ചേർന്നാണ് 7000 ഏക്കർ വരുന്ന ആറളം ഫാം. ആനശല്യം തടയാൻ 1 വർഷം മുൻപ് ആനമതിൽ നിർമ്മാണം തുടങ്ങി. 10 കിലോമീറ്റർ നിർമ്മിക്കേണ്ടടുത്ത് നിലവിൽ പൂർത്തിയായത് 3 കിലോമീറ്റർ മാത്രം. ഇതിൻ്റെ അടിയിൽ കൂടെ വന്നത് ഇതിൻ്റെ ലൈനിൻ്റെ അടിയിൽ കൂടെ വന്നത് കഴിഞ്ഞ പ്രാവശ്യം. ഒരു പ്രാവശ്യം ഒച്ച കേട്ടപ്പോൾ പട്ടി അവിടെ കിടപ്പുണ്ട്. പുള്ളിക്കാരൻ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് വാഴയും കളഞ്ഞിട്ടേ എല്ലാം പറിച്ച് കളഞ്ഞിട്ട് പുള്ളി ഇതിലേ വന്നിട്ടാണ് പോകുന്നത്. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനൊപ്പം പൊളിച്ചിട്ട പഴയ മതിലിന്റെ ഭാഗം ആനകൾക്ക് ഫാമിലേക്ക് എത്താൻ കൂടുതൽ സൗകര്യവും ഒരുക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ വളവ് വരെ മതിൽ അവർ പണിഞ്ഞിട്ടില്ല. അത് പൊട്ടിച്ചിട്ടതേ ഉള്ളവർ JCB കൊണ്ട് എല്ലാം പൊട്ടിച്ചിട്ട് ഇതുവരെ ആ പണി ഇവർ നീക്കാൻ വന്നിട്ടില്ല. ആ വളവിൽ എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ പണി കയറി വരുന്നതാണ്. ആ രാത്രി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ആ വളവിൽ നിന്ന് അങ്ങോട്ട് ഭയങ്കര ശല്യം. രാത്രി ഒരു പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ആന പിന്നെ ഞങ്ങളിങ്ങനെ റോട്ടിൽ നിന്നാണ് അത്ര ദൂരം ആന ഉണ്ടായത്. അവിടെ ഞങ്ങൾ ഓടിയൊക്കെ കയറിയ സാധനമൊക്കെ വാങ്ങി രാത്രിയിൽ പണിയും കയറി വരുമ്പോൾ. ആനമതിൽ നിർമ്മാണത്തിനായി എത്തിച്ച കോൺക്രീറ്റ് കമ്പികൾ തുരുമ്പെടുത്തു തുടങ്ങി. കാട് പിടിച്ചു കിടക്കുകയാണ് നിർമ്മാണ സാമഗ്രികൾ. പാഞ്ഞെടുക്കുന്ന കാട്ടാനയെ തടയാൻ ഒച്ചിഴയുന്ന വേഗത്തിലാണ് ആനമതിൽ നിർമ്മാണം. മനുഷ്യജീവന് കാട്ടിലെ ആനയ്ക്ക് ലഭിക്കുന്ന പരിഗണനയുടെ പകുതിയെങ്കിലും നൽകണം. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.